Okay, good afternoon, Dinky. Good afternoon, Akhila. Okay, good afternoon. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ ഐശ്വര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിച്ചിരുന്നോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? യെസ്, ഓക്കെ. പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ധന്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? ക്ലാസ് തുടങ്ങാം നമുക്ക്. എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്ത് പറ്റി? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ക്ലാസ്സില് ഓക്കെ ജിഷ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് പറഞ്ഞു നിർത്തിയത് ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസസ് ആണ് അല്ലെ. ഗ്രീവൻസസിന്റെ ഇഫക്റ്റുകൾ അല്ലെ. ഓക്കെ, ഈ പരാതികൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ, ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പ്രധാനമായിട്ടും ഗ്രീവൻസുകളെ എഫക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളെയാണ് അല്ലെ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങള്? ഒന്ന് പ്രൊഡക്ഷൻ ആണ് അല്ലെ, ഉത്പാദനത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. 2 എംപ്ലോയീസ് അല്ലെ, ജീവനക്കാരെ എഫക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് മാനേജേഴ്സ് അല്ലെ, അതെ മാനേജർമാരെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മള് പ്രൊഡക്ഷനെ ഏത് രീതിയിലാണ് ഗ്രീവൻസ് എഫക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. ഓക്കെ, അതിലുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ അത്രയും ഭാഗങ്ങള്? ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ. പേപ്പർ 4 എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ മാത്രമാണ്. അതുകൊണ്ട് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. എങ്ങനെയാണ് എംപ്ലോയീസിനത് എഫക്ട് ചെയ്യുന്നത്? എംപ്ലോയീസ് ജീവനക്കാരെ, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? അപ്പൊ നോക്കൂ, ഗ്രീവൻസസ് ഓഫ് എംപ്ലോയീസ് അൺനോട്ടീസ്ഡ്. നമ്മള് ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പരാതികള് നമ്മള് പരിഗണിക്കാതെ പോയി കഴിഞ്ഞാൽ, നമ്മളത് ശരിയായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയത് അഫക്ട് ചെയ്ത് നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇൻക്രീസ് ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ റേറ്റ് അല്ലെ. ഇൻക്രീസ് ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ റേറ്റ് അല്ലെ. ആബ്സെന്റീസം വർദ്ധിക്കും അല്ലെ. അതെ, അതായത് ജോലിക്ക് വരാതിരിക്കാനുള്ള ആ ഒരു പ്രവണത അവിടെ വർദ്ധിക്കും. കാര്യം എന്താണ്? ഈ പറയുന്ന ജീവനക്കാർക്ക് ഈ പരാതികളുണ്ട്. അവരത് മാനേജ്മെന്റിന് മുൻപാകെ അവതരിപ്പിച്ചു, വേണ്ട വിധത്തിൽ അത് പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ എന്തായി മാറും? ഇത് കൂടുതൽ അവരില് അസംതൃപ്തി ഉണ്ടാക്കും അല്ലെ. അസംതൃപ്തി ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവർക്ക് ആ ജോലിക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണത അവിടെ കുറയും അല്ലെ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അവർ ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് അല്ലെ. ആൻഡ് ടേൺ ഓവർ റേറ്റ്, ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ജോലി ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുടെ നിരക്ക് അവിടെ വർദ്ധിക്കുകയാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അവര് യാതൊരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പതിയെ എന്താവും? ജോലിക്ക് വരാതിരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ജോലി അത് ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കും. ശരിയല്ലേ? അതാണ് പറയുന്നത് ഇൻക്രീസ് ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ലോവർ ദ കമ്മിറ്റ്മെന്റ് ലെവൽ ഓഫ് ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ അല്ലെ. ലോവർ ദ കമ്മിറ്റ്മെന്റ് ലെവൽ, ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ആ ഒരു സ്ഥാപനത്തോടാണെങ്കിലും അല്ലെ, ആ ജോലിയോടാണെങ്കിലുമുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് അല്ലെ, അതിനോടുള്ളൊരു എന്താ പറയാ, ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു പ്രതിബദ്ധത കുറയാൻ തുടങ്ങും അല്ലെ. കാരണം ജോലിയോട് താല്പര്യം ഇല്ലാണ്ടാവും.
ആ സ്ഥാപനത്തിനോട് നമുക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലെ. അതുപോലെ ഓക്കെ, എന്താണ് പറയുന്നത്? ലോവർ ദ കമ്മിറ്റ്മെന്റ് ലെവൽ, ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ അല്ലെ. നമുക്ക് ആ ഒരു സ്ഥാപനത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അവിടെ കുറയാനായിട്ട് തുടങ്ങും അല്ലെ. അതുപോലെ തന്നെ ഓണസ്റ്റി, സത്യസന്ധത കുറയും അല്ലെ. കാര്യം എന്താണ്? ആ ജോലിയോടുള്ള ആ ഉത്തരവാദിത്വ ബോധം, അതിനോടുള്ള ഒരു താല്പര്യം അവിടെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ആൻഡ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഡിസിപ്ലിനും കുറയും അല്ലെ. നമ്മൾ ആ സ്ഥാപനത്തിൽ പാലിക്കേണ്ട ചില അച്ചടക്കം അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണ് ആളുകൾ പാലിക്കാതെ വരും അല്ലെ. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആ സ്ഥാപനത്തോടും ആ ജോലിയോടുമുള്ള അവരുടെ ആ ഒരു താല്പര്യം അല്ലെ, അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് അത് പതിയെ പതിയെ കുറയാനായിട്ട് തുടങ്ങും അല്ലെ. ഓക്കെ, ദെൻ മൂന്നാമത് എന്താണ്? ഇറ്റ് ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ആക്സിഡൻസ് അല്ലെ. അതെ, അപകട സാധ്യത വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അപകട സാധ്യത എങ്ങനെയാ വർദ്ധിക്കുന്നത്? അതായത് ആ ജോലിയിലുള്ള ശ്രദ്ധ കുറയാണ് അല്ലെ. ആ ജോലിയില് ശ്രദ്ധ കുറയുന്നത് മൂലം അവിടെ എന്താണ്? അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് സംഭവിക്കും? ആക്സിഡന്റുകൾക്കുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ബിക്കോസ് എന്താണ് അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് ഓഫ് ദ കെയർലെസ്നെസ് അല്ലെ. എന്ന് വെച്ചാൽ ജോലിയിലുള്ള കമ്മിറ്റ്മെന്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ജോലിയിലുള്ള ശ്രദ്ധ കുറയാണ് അല്ലെ. അപ്പൊ ശ്രദ്ധ കുറയുമ്പോൾ എന്തുണ്ടാവും? അപകടങ്ങൾ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, നാലാമത് പറയുന്നത് എന്താണ്? ലോ എംപ്ലോയി മൊറാലെ അല്ലെ. അതെ, എംപ്ലോയീസിന്റെ മനോവീര്യം കുറയാണ് അല്ലെ. അതെ, അവരുടെ കോൺഫിഡൻസ് അല്ലെ, അവരുടെ ആ ഒരു ജോലി ചെയ്യാനുള്ള അവരുടെ ഒരു എന്താ പറയാ ആത്മവിശ്വാസം അതവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാനായിട്ട് തുടങ്ങും. കാര്യം എന്താണ്? അവർക്ക് പരാതികളുണ്ട്, ആ പരാതികൾ വേണ്ട വിധത്തിൽ അവിടെ പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു സൊല്യൂഷൻ ലഭിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എന്താണ്? അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. അവർക്ക് ആ ഒരു അവരുടെ മനോവീര്യം അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ഈ രീതിയിലാണ് ഗ്രീവൻസ് ആരെ എഫക്ട് ചെയ്യുന്നത്? എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഇൻക്രീസ് ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. ദെൻ രണ്ടാമത്തെ എന്താണ്? ലോവർ ദ കമ്മിറ്റ്മെന്റ് ലെവൽ, ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ. തേർഡ് പോയിന്റ് എന്തായിരുന്നു? ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ആക്സിഡൻസ്. ആൻഡ് ഫോർത്ത് വൺ, ലോ എംപ്ലോയി മൊറാലെ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ലേ എല്ലാ പോയിന്റുകളും? നെക്സ്റ്റ് വരുന്നതാണ് മാനേജേഴ്സ് കേട്ടോ. അതായത് ഈ പറയുന്ന ഗ്രീവൻസസുകള് മാനേജർമാരെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, മാനേജറിയൽ ഗ്രീവൻസസ് ക്യാൻ റിസൾട്ട് ഇൻ ദ ഫോളോയിങ്. എന്തൊക്കെ പ്രോബ്ലംസുകളാണ് മാനേജർമാർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഒന്ന്, മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, അവരുടെ കീഴിൽ ധാരാളം സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവരെ സൂപ്പർവൈസ് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത് മാനേജർമാരാണ് അല്ലെ. അപ്പൊ മാനേജർമാർ അത് എങ്ങനെയാ ബാധിക്കാൻ നോക്കിയേ? നെഗറ്റീവ്ലി അഫക്ട്സ് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ്. അതാണ് നെഗറ്റീവ്ലി അഫക്ട് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ് അല്ലെ. മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ അവിടെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ശരിയാണ് അല്ലെ. അതായത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻസിനെ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ എഫക്ട് ചെയ്യും. അവർക്കിടയിലുള്ള ആ ഒരു റിലേഷൻ എന്താവാൻ തുടങ്ങും? മോശമാവാനായിട്ട് തുടങ്ങും അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? ഇൻക്രീസ് ഇൻ ഇൻഡിസിപ്ലിൻ കേസസ്. അച്ചടക്ക ലംഘനങ്ങൾ അവിടെ വർദ്ധിക്കാൻ തുടങ്ങും അല്ലെ. അച്ചടക്ക ലംഘന കേസുകൾ അല്ലെ, അതവിടെ വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്താണ്? അത് സെറ്റിൽ ആക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്ക് വരും? മാനേജർമാർക്ക് വരും അല്ലെ. കൂടുതൽ ഇൻഡിസിപ്ലിൻ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് മാനേജർമാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാനേജർമാർക്ക് അത് കൂടുതൽ എന്താണ്? ചാലഞ്ചിങ് ആയിട്ട് വരും അല്ലെ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് ടേർമോയിൽ. ദാറ്റ് മീൻസ് എന്താണ്? നമ്മുടെ ആ ജോലി സ്ഥലത്ത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാവും.
ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ തന്നെ ഇതുണ്ടാവാണ്. നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെ, ഒരു അശാന്തിയുടെ ഒരു എന്താണ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, കൺട്രോൾ ആൻഡ് ഫോളോ അപ്പ് അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രീവൻസസുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അല്ലെ. എംപ്ലോയീസിന്റെ ഇടയിലും പല രീതിയിലുള്ള അതിർത്തികൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാനേജർമാർക്ക് അവരെ കൂടുതൽ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവരെ കൂടുതൽ സൂപ്പർവൈസ് ചെയ്യാൻ, അവരെ നിയന്ത്രിക്കാൻ, തുടർ നടപടികൾ എടുക്കുന്നതിനൊക്കെ മാനേജർമാർക്ക് കൂടുതൽ അവിടെ എന്ത് വരും? ബുദ്ധിമുട്ടുകൾ വരും അല്ലെ. അത് അവരെ സംബന്ധിച്ച് എന്താണ്, എംപ്ലോയീസ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവരെ മാനേജ് ചെയ്യുന്നത് ആൾക്കാരാണല്ലോ. അവരെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് മാനേജർമാര്. അപ്പൊ അവര് കൂടുതൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും, അവരെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാനേജർമാരെ സംബന്ധിച്ച് അവർക്കത് കൂടുതൽ ജോലി ഭാരം ഉണ്ടാക്കും. ശരിയല്ലേ? ഇങ്ങനെയാണ് മാനേജേഴ്സിനെ അത് എഫക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ അപ്പൊ എങ്ങനെയാണ് മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള റിലേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന അച്ചടക്ക ലംഘന കേസുകളുടെ എണ്ണം അവിടെ വർദ്ധിക്കാൻ തുടങ്ങും. പിന്നെന്താണ് ഉണ്ടാവുക? നമ്മുടെ സ്ഥാപനത്തില് വളരെ ഡിസ്റ്റർബഡ് ആയിട്ടുള്ള അല്ലെ, വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെ, അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവാനായിട്ട് തുടങ്ങും. മാനേജർമാർക്കാണെങ്കിൽ ജീവനക്കാരെ കൂടുതൽ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും, അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാനേജർമാരെ സംബന്ധിച്ച് അവർക്ക് അത് കൂടുതൽ ജോലി ഭാരം ഉണ്ടാക്കും. ഈ രീതിയിലാണ് ഗ്രീവൻസസ് ആരെ ബാധിക്കുന്നത്? മാനേജർമാരെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാ പോയിന്റുകളും ഓക്കെയാണോ? ഓക്കെയാണ്, ക്ലിയർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് ഇവിടെ ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസസ് ആണ് കേട്ടോ. ഗ്രീവൻസസിന്റെ ഇഫക്റ്റ് എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ്? അപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് ഗ്രീവൻസ് എഫക്ട് ചെയ്യുന്നത്. അത് നെഗറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോസിറ്റീവ് ആയിട്ടല്ല എഫക്ട് ചെയ്യുക, അത് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് എഫക്ട് ചെയ്യുക. പ്രധാനമായിട്ടും പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്, എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാനേജർമാരെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആണ് കേട്ടോ. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആണ്. പരാതി പരിഹാര നടപടിക്രമങ്ങള് അല്ലെങ്കിൽ പരാതി പരിഹാര പ്രക്രിയയെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്താണ്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Grievance handling procedure or grievance redressal procedure is the formal system for dealing with the employee grievances. Underline cheyato. Underline cheyana. Grievance handling procedure or grievance redressal procedure is the formal system for dealing with the employee grievances. അല്ലെ, അതെ, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതികള് അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ് എന്ത്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അഥവാ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊരു ഫോർമൽ സിസ്റ്റം ആണ് കേട്ടോ, കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊരു ഫോർമൽ സിസ്റ്റം ആണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ചില സ്റ്റെപ്സുകളും അതുപോലെ കൃത്യമായിട്ടുള്ള ചില എന്താണ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതികള് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക സംവിധാനത്തിന് നമുക്ക് എന്ത് പറയാം? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അഥവാ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയാം. അതുകൊണ്ട് പറയുന്നുണ്ട്, it involves the several steps through which an affected employee can
take his grievance to successively higher levels of management for redressal. അല്ലെ? അതെ, കാരണം ഇതിന് ഒരുപാട് സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ഫോർമൽ സിസ്റ്റം ആണ്. ഓക്കെ, ഇതില് ധാരാളം സ്റ്റെപ്സുകൾ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ പരാതിക്കാരനായിട്ടുള്ള ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവരുടെ പരാതികൾക്ക് എന്താണ് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് വരെ അവർക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം. അല്ലെ? ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാം, പരാതിക്കാരനായിട്ടുള്ള ഒരു ജീവനക്കാരന് അവരുടെ പരിഹാരം ലഭിക്കാനായിട്ട്, അല്ലെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ എന്താണ് വിവിധ തലങ്ങളിലോട്ട് അവർക്ക് സമീപിക്കാവുന്നതാണ്. അല്ലെ? ആ രീതിയിൽ എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ പരാതികള് പരിഹരിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണെന്ന് മാത്രം മനസ്സിലാക്കാം കേട്ടോ. ഇനി ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ in the hands of the management to keep a check on relevant analytical information about the condition of the organization's health. അല്ലെ? അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെ? അതാണ് ആ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്നതോട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? എന്നുവെച്ചാൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങള്, അല്ലെ, ആഭ്യന്തരമായിട്ടുള്ള കുറെ കാര്യങ്ങള്, അത് എത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അതെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അല്ലെ, അങ്ങനെ നടക്കുന്നുണ്ട്. അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്, ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പിന്നെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെ? എല്ലാം അടങ്ങുന്നതാണ് എന്ത്, ഒരു സ്ഥാപനത്തിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. ആ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ, അല്ലെ, അത് എത്രത്തോളം കൃത്യമായിട്ട് നടക്കുന്നു എന്ന് വിലയിരുത്താനായിട്ട്, എത്രത്തോളം കൃത്യമായിട്ട് അത് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു വാല്യുബിൾ ടൂൾ ആണ് എന്ത്, ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പ്രൊസീജിയറിലൂടെ അവർക്ക് അറിയാൻ പറ്റും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇടയിൽ എന്തൊക്കെ പരാതികൾ ഉണ്ടാകുന്നുണ്ട്, ഏത് രീതിയിലുള്ള പരാതികളാണ്, ചെറിയ പരാതികളാണോ, വലിയ പരാതികളാണോ, അല്ലെങ്കിൽ മാനേജ്മെന്റിന് എതിരായിട്ടുള്ള പരാതികൾ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ സ്ഥാപനത്തിന്റെ ഹെൽത്ത്, അതായത് ആ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങള് അതെങ്ങനെയാണെന്നും അവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ശരിക്കും ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, എ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഈസ് എസെൻഷ്യൽ ഇൻ എ ലാർജ് ഓർഗനൈസേഷൻ because the number of employees and the hierarchical levels are more. അതായത് ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് വലിയ വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം, വലിയ വലിയ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം എംപ്ലോയീസ് ഉണ്ടാവും, അല്ലെ, ഒരുപാട് ജീവനക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെന്റിനാണെങ്കിലും വിവിധ തലങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ, ഹൈറാർക്കിക്കൽ ലെവൽസുകൾ അവിടെ കൂടുതലായിരിക്കും, അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ പറയുന്ന എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്, അല്ലെ, അവർക്ക് തമ്മിലൊരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, മാനേജ്മെന്റിന് അവിടുത്തെ ജീവനക്കാരുടെ വ്യക്തിഗത പ്രശ്നങ്ങളെ മനസ്സിലാക്കാനോ അതിൽ നേരിട്ട് ഇടപെടാനോ ഒന്നും ഒരിക്കലും മാനേജ്മെന്റിന് സാധിക്കില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, അതൊരു ലാർജ് ഓർഗനൈസേഷൻ ആണ്, അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം ജീവനക്കാർ അവിടെ ഉണ്ടാവും. അപ്പൊ ഓരോ ജീവനക്കാരുടെയും വ്യക്തിഗത പ്രശ്നങ്ങൾ നമുക്ക് അവിടെ എന്താ പറയാ നേരിടാൻ, നേരിട്ട് നമുക്ക് ഇടപെടാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല, അല്ലെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ്, മാനേജ്മെന്റിനാണെങ്കിൽ വിവിധ തലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് വേണം, അവിടെ എന്തായാലും ഒരു ഫോർമൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, as a result, the manager is unable to keep an eye on each individual or be involved in every working area of the organization. അതായത് വലിയ വലിയ സ്ഥാപനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. വലിയ സ്ഥാപനങ്ങളിലാവുമ്പോൾ ജീവനക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ
മാനേജർമാർക്ക് ജീവനക്കാരുടെ ഓരോ ജീവനക്കാരുടെ വ്യക്തിഗത പ്രശ്നങ്ങളിനെ അവർക്ക് നേരിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ വിവിധ പ്രവർത്തന മേഖലകളിലൊക്കെ ഇടപെടാനോ ഒരിക്കലും മാനേജർമാർക്ക് സാധിക്കില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പരാതികൾ പരിഹരിക്കണമെങ്കിൽ എന്ത് നിർബന്ധമാണ്? ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അവിടെ എന്തായാലും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അതേസമയം ഇനി സ്മോൾ ഓർഗനൈസേഷൻ, ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ നോളജ് ആൻഡ് കോണ്ടാക്ട് ഈസ് പോസിബിൾ ടു എ ലാർജ് എക്സ്റ്റെന്റ്. Therefore, the need for a formal grievance procedure is reduced. അല്ലെ? ചെറിയ ചെറിയ സ്ഥാപനങ്ങളാകുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ? ജീവനക്കാരുടെ എണ്ണം കുറവാണ്, അല്ലെ? എംപ്ലോയീസിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഒരു എന്താ പറയാ പരസ്പര ബന്ധം നേരിട്ട്, അല്ലെ, അവർ തമ്മിൽ കൂടുതലുള്ള ആ ഒരു സമ്പർക്കമാണെങ്കിലും പരസ്പര ബന്ധങ്ങളൊക്കെ അവിടെ സാധ്യമാണ്. എന്നുവെച്ചാൽ അവിടെ മാനേജ്മെന്റിനും എംപ്ലോയീസിനും ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വരുന്നില്ല. ബിക്കോസ് ചെറിയ സ്ഥാപനമാണ്. അപ്പൊ അധികം എന്താണ് അപ്പൊ വിലയിൽ എണ്ണാവുന്ന ജീവനക്കാർ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ എംപ്ലോയർ ഉണ്ട്. അപ്പൊ അവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നില്ല, അല്ലെ? അപ്പൊ അവര് തമ്മിലുള്ള ആ പരസ്പര ബന്ധവും നേരിട്ടുള്ള സമ്പർക്കവും ഒക്കെ അവിടെ സാധ്യമായതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ആരെ ബോധ്യപ്പെടുത്താം? എംപ്ലോയറിനെ ബോധ്യപ്പെടുത്താം. എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് അവർക്ക് ജീവനക്കാർക്ക് അടുത്ത് പറയുകയും ചെയ്യാം. അപ്പൊ അവർക്കിടയിൽ എന്താണ് ഗ്യാപ്പ് അവിടെ കുറവാണ്, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് വേറെ ഇഷ്യൂ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നീഡ് ഫോർ എ ഫോർമൽ ഗ്രീവൻസ് പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ്. അവിടെ നമുക്കൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആവശ്യമായിട്ട് വരുന്നില്ല. അതേസമയം ആവശ്യമായിട്ട് വരുന്നില്ല എന്ന് വെച്ചാൽ ഒട്ടും ആവശ്യമില്ല എന്നല്ല, അതിന് എന്താണ് കൂടുതൽ സാധ്യത എവിടെയാണ്? വലിയ സ്ഥാപനങ്ങളിലാണ്. വലിയ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാന്ന് വെച്ചാൽ എണ്ണം കൂടുതലാണ്, ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ്, മാനേജ്മെന്റിന് വലിയ സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ വലിയൊരു ഡിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഫോർമൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടായിരിക്കാം. അതേസമയം ചെറിയ സ്ഥാപനമാകുമ്പോൾ അവിടെ എന്താണ് ആളുകൾക്കിടയിലുള്ള ഒരു പരസ്പര സമ്പർക്കമാണെങ്കിലും ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് സാധ്യമായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോർമൽ ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ സാധ്യത കുറവാണ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അപ്പോ അവിടെ നമ്മൾ എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അഥവാ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കി. പിന്നെ അത് ലാർജ് ഓർഗനൈസേഷൻ എന്തുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സ്മോളർ ഓർഗനൈസേഷനിൽ അതിന് പ്രാധാന്യം വരാത്തത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? വായിച്ചു നോക്കിയില്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ സിസ്റ്റം ആണ്, അതില് നിരവധി സ്റ്റെപ്പുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? അതുകൊണ്ട് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ വരുന്ന വിവിധ സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Steps involved in grievance handling procedure are shown below. പ്രധാനമായിട്ടും 6 സ്റ്റെപ്സുകളാണ് അവിടെ വരുന്നത്. 6 സ്റ്റെപ്സുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് ഏതാണ്, ഫോർത്ത് സ്റ്റെപ്പ് ഏതാണ്, അങ്ങനെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. പിന്നെ ചോദിക്കാവുന്നത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ വിവിധ സ്റ്റെപ്പുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് തരും. എന്നിട്ട് അതിന്റെ കറക്റ്റ് ഓർഡർ എന്താണെന്ന് ചോദിക്കാം. കറക്റ്റ് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങളോട് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് ഏതാണ്, അപ്പൊ അതറിയണമെങ്കിൽ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മളത് പഠിക്കണം. ഓക്കെ, അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. പ്രധാനമായിട്ടും 6 സ്റ്റെപ്പുകളാണ് കേട്ടോ. ഒന്നാമത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതികള് തിരിച്ചറിയുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഒന്നാമത്തെ കാര്യം അതാണ് വേണ്ടത്, അല്ലെ?
പരാതികള് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞാല് എന്തൊക്കെ പരാതികളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് അല്ലെ എന്തൊക്കെ പരാതികളാണെന്നും അതുപോലെ അത് ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലെ. അതാണ് ഒന്നാമത്തെ കാര്യം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്. പരാതികള് എന്തൊക്കെയാണെന്നും എന്തിനെ കുറിച്ചുള്ളതാണെന്നും കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുക, കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഡിഫൈൻ കറക്റ്റ്ലി. എന്താണ് ഡിഫൈൻ കറക്റ്റ്ലി? വ്യക്തമായിട്ട് നിർവചിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ തിരിച്ചറിഞ്ഞ പരാതികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞതാണ് കേട്ടോ. ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് ആണ്. പരാതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടെന്ന് പറയുമ്പോൾ ഡിഫൈൻ കറക്റ്റ്ലി ആണ്. നമ്മൾ തിരിച്ചറിഞ്ഞ പരാതികൾ എന്തൊക്കെയാണെന്ന് അത് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പരാതികളാണ്, അല്ലെങ്കിൽ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡാറ്റ കളക്ഷൻ ആണ്. അതായത് നമുക്ക് ലഭിച്ച ആ ഒരു എന്താ പറയാ പരാതികൾ ഉണ്ടല്ലോ, നമ്മൾ ഡിഫൈൻ ചെയ്ത പരാതികളില് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കുക അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നേരിട്ട് പോയി നമുക്ക് ജീവനക്കാരിൽ നിന്നൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരിൽ നിന്നൊക്കെ നമുക്ക് നേരിട്ട് പോയി എന്ത് ചെയ്യാം? വിവരങ്ങള് കളക്ട് ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പരമാവധി എത്രത്തോളം സോഴ്സുകളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ശേഖരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഗ്രീവൻസിനെ പറ്റിയൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഡാറ്റ കളക്ഷൻ ആണ് കേട്ടോ. അടുത്തത് എന്താണ്? അനലൈസ് ആൻഡ് സോൾവ് അല്ലെ. അനലൈസ് ആൻഡ് സോൾവ് എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ഷനിലൂടെ നമ്മുടെ കയ്യിൽ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം അല്ലെ. കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം അല്ലെ. അതാണ് അടുത്ത സ്റ്റെപ്പ്, അനലൈസ് ആൻഡ് സോൾവ്. നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്യണം? വിവരങ്ങളെ കറക്റ്റ് ആയിട്ട് വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ. സോൾവ് അല്ലെ. സോൾവ് ചെയ്യാന്ന് വെച്ചാൽ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. അടുത്തത് എന്താണ്? പ്രോംപ്റ്റ് റിഡ്രസൽ ആണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പരിഹാരം, ഉടനടി പരിഹരിക്കാം. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടും സമയം വൈകിക്കാതെ, കാലതാമസം വരാതെ നമ്മൾ എന്ത് പരിഹാരമാണോ കണ്ടെത്തിയത് അത് ഉടനടി തന്നെ നടപ്പിലാക്കാം. അത് നമ്മള് എന്തെടുക്കരുത്? ടൈം ക്ലോസ് ആവരുത്. അതായത് അധികം വൈകാതെ തന്നെ നമ്മൾ ഇതാക്കാനും. വൈകുന്തോറും എന്ത് സംഭവിക്കുകയാണ്? ജീവനക്കാരുടെ ഇടയിലുള്ള അതിർത്തി അവിടെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കണം. ഓക്കെ, ലാസ്റ്റ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ് ആണ് അല്ലെ. നടപ്പിലാക്കലും അതുപോലെ തന്നെ വിലയിരുത്തലും അല്ലെ, തുടർ നടപടികളാണ്. എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സൊല്യൂഷൻ നമ്മൾ നടപ്പിലാക്കിയിട്ട് ആ സൊല്യൂഷനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് പകുതിക്ക് വെച്ച് നമ്മൾ നിർത്തരുതെന്ന്, പൂർണ്ണമായിട്ടും അത് നടപ്പിലാക്കണം. പിന്നെ ഫോളോ അപ്പ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സൊല്യൂഷൻ അതിന് ജീവനക്കാര് സംതൃപ്തരാണോ, ഇനിയും അങ്ങനെയുള്ള പരാതികൾ അവിടെ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ അപ്പ് നടത്തിയിരിക്കണം. ക്ലിയറായോ പറഞ്ഞേ? അപ്പൊ ഇതൊന്നും ആലോചിച്ച് നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പരാതികൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. പരാതികൾ തിരിച്ചറിയണം. അതിനുശേഷം നമ്മൾ തിരിച്ചറിഞ്ഞ പരാതികൾ വ്യക്തമായിട്ട് അവിടെ നിർവചിക്കണം. വ്യക്തമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ പരാതി എന്താണ്, അല്ലെങ്കിൽ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ മൂന്നാമത് എന്താണ്? നമ്മൾക്ക് വന്നിട്ടുള്ള പരാതികളിൽ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കണം. ഡാറ്റ കളക്ഷൻ ആണ് അല്ലെ. എന്നുവെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെന്റ്സുകള്, മറ്റുള്ള വിവരങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ നമുക്ക് ജീവനക്കാർക്ക് നേരിട്ട് പോയി പല കാര്യങ്ങളും ചോദിക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തു. പിന്നെന്താണ്? അനലൈസ് ആൻഡ് സോൾവ് അല്ലെ.
നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രോംപ്റ്റ് റിസൾട്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പരിഹാരം എന്താണോ അത് ഉടനടി തന്നെ നമ്മൾ കാലതാമസം വരുത്താതെ ഉടനടി തന്നെ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അല്ലെ. അവസാനം എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻ, നമ്മൾ കണ്ടെത്തിയ തീരുമാനം അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുക. ഇനി ആ സൊല്യൂഷൻ നമ്മൾ നടപ്പിലാക്കിയതില് ജീവനക്കാര് സംതൃപ്തരാണോ, അവരുടെ പരാതികൾ പൂർണ്ണമായിട്ട് അവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താനുള്ള ഫോളോ അപ്പ്. ഇത്രയുമാണ് അതിനകത്ത് 6 സ്റ്റെപ്പുകൾ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്, ഡിഫൈൻ കറക്റ്റ്ലി, ഡാറ്റ കളക്ഷൻ, പിന്നെ അനലൈസ് ആൻഡ് സോൾവ്, പ്രോംപ്റ്റ് റിഡ്രസൽ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ. ഏകദേശം നിങ്ങൾക്ക് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ വരുന്ന ഓരോ സ്റ്റെപ്പുകളെ പറ്റിയിട്ടും ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അത് ആ ഒരു ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. 1, 2, 3, 4, 5, 6 എന്നുള്ള അതേ ഓർഡറിൽ തന്നെ അത് പഠിച്ചു പോകണം. ഓക്കെ. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പുകളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും അവിടെ പറയുന്നില്ല. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, ദോസ് ഗ്രീവൻസസ് ഓഫ് എംപ്ലോയീസ് which are not being disclosed must be recognized by the management. അതായത് പരാതികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം എന്താണ്? Those grievances of employees which are not being disclosed must be recognized by the management. അതായത് എംപ്ലോയീസ് അവർക്ക് തുറന്നു പറയാൻ സാധിക്കാത്ത, നേരിട്ടോ അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാൻ സാധിക്കാത്ത പരാതികൾ പോലും കണ്ടെത്താനായിട്ട് മാനേജ്മെന്റ് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. എംപ്ലോയീസ് എല്ലാം അവരുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം ഒരു ഓപ്പൺ ആയിട്ടൊന്നും പറയുന്നത് നിർബന്ധമൊന്നുമില്ല അല്ലെ. അത് ചിലപ്പോൾ നേരിട്ടറിഞ്ഞ് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞൊന്നും വരില്ല. അപ്പൊ ഇതിലെല്ലാം പറയുന്നത് വെച്ചാൽ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എംപ്ലോയീസിന് അവർ പുറത്തു പറയാത്തതായിട്ടുള്ള പരാതികൾ പോലും കണ്ടെത്താനായിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടാവണം. അപ്പൊ എങ്ങനെയാ അവർ തുറന്നു പറയാത്ത പരാതികൾ എങ്ങനെ ഒരു മാനേജ്മെന്റിന് തിരിച്ചറിയാൻ സാധിക്കാം? എങ്ങനെയായിരിക്കും? അവർക്ക് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് അവർ തുറന്നത് പറയാത്തത്. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടോ എന്നറിയാൻ മാനേജ്മെന്റിന് എന്ത് മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും? നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും? ഇനി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെ ചെയ്യാം? വേണം സജക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കാം. ശരിയല്ലേ? സജക്ഷൻ ബോക്സുകൾ അത് തന്നെ കസ്റ്റമർ കറക്റ്റ് ആണ്. കംപ്ലൈന്റ് ബോക്സ്, കംപ്ലൈന്റ് ബോക്സ് ആകുമ്പോൾ ആൾക്കാരുടെ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ അതിലൂടെ അറിയിക്കാം അല്ലെ. സജക്ഷൻ ബോക്സുകൾ വെക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സർവേകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ. സർവേകൾ കണ്ടക്ട് ചെയ്യാം. അതൊരു നല്ല മാർഗമാണ് അല്ലെ. അതെ. പിന്നെ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റാം? തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സജക്ഷൻ ബോക്സുകൾ കൊടുക്കാം, സർവേകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അത് നേരിട്ട് പറയാത്ത അല്ലെങ്കിൽ പുറത്ത് പറയാത്ത പല പരാതികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. രണ്ടാമത് ഡിഫൈൻ കറക്റ്റ്ലി. ആഫ്റ്റർ ഐഡന്റിഫൈങ് ദി ഗ്രീവൻസസ് മാനേജ്മെന്റ് ഷുഡ് കറക്റ്റ്ലി ഡിഫൈൻ അല്ലെ. നമ്മള് പരാതികൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഡിഫൈൻ ചെയ്യാം എന്ന് പറഞ്ഞാല് ആ പരാതികള് എന്തൊക്കെയാണ് അല്ലെ, അതുപോലെ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പരാതികളാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഡാറ്റ കളക്ഷൻ ആണ്. എവരി ഡാറ്റ റിലേറ്റഡ് ടു ഗ്രീവൻസ് must be gathered from all sources and after that it should be classified as fact, data, opinion, etc. അതായത് ഇതിൽ പറയുന്നത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള പരാതികളുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി എല്ലാ സോഴ്സുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വിവരങ്ങൾ ശേഖരിക്കണം. പരമാവധി നമുക്ക് ലഭിക്കാവുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എല്ലാ സോഴ്സിൽ നിന്നും ശേഖരിക്കണം. എങ്ങനെയാണ് നമുക്ക് ആ ഗ്രീവൻസിനെ പറ്റി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ഇനി നമുക്ക് അങ്ങനെ ലഭിച്ച ഡാറ്റകളെ നമ്മൾ ഒന്നിച്ച് എല്ലാ ഡാറ്റകളും കൂടെ ഒരുമിച്ച് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്? അല്ല. നമുക്ക് ലഭിച്ച ഡാറ്റകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്താണ് വെക്കുന്നത്. ഫാക്റ്റുകള്
വസ്തുതകള്, ശരിയായ വസ്തുതകൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നു, ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നു. ഇതിന് ഡാറ്റ, കണക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പ്രത്യേകം ഡാറ്റയായിട്ട് നമ്മൾ വെക്കുന്നു. then ഒപ്പീനിയൻസ് അല്ലെ, അതിനെ സംബന്ധിച്ച് ജീവനക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയൊക്കെ സഹതൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ അത് നമ്മൾ വേറൊരു വിഭാഗമായിട്ട് വെക്കുന്നു. അതായത് നമുക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഒരുമിച്ച് ഒറ്റ ഒരു കണ്ടിനകത്ത് വെക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ നമ്മൾ ഫാക്റ്റുകൾ എന്നും ഡാറ്റകൾ എന്നും ഒപ്പീനിയൻസ് എന്നും നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ ഈസിയാണ് അങ്ങനെ വരുമ്പോൾ അല്ലെ. അപ്പൊ നമുക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസിഫൈ ചെയ്യാൻ എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവച്ചാൽ നമുക്ക് അത് അനലൈസ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിങ്ങനെ ഫാക്റ്റുകൾ ഒരു വശത്ത്, ഡാറ്റകൾ ഒരു ഭാഗമായിട്ട്, ഒപ്പീനിയൻസ് ഒരു സെക്ഷൻ ആയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാനാണെങ്കിലും അത് അതിനെ പറ്റി പഠിക്കാനാണെങ്കിലും കുറച്ചുകൂടി ഈസിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡാറ്റ കളക്ഷൻ. നാലാമത്തത് അനലൈസ് ആൻഡ് സോൾവ് അല്ലെ. ആഫ്റ്റർ ഡാറ്റ കളക്ഷൻ analysis of information must be done in order to develop alternative solutions and select the best solution. അങ്ങനെ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വിവരങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്തിട്ട് അത് പരിഹരിക്കാനായിട്ടുള്ള വിവിധ മാർഗങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഒരു മാർഗമല്ല, ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് സൊല്യൂഷൻസുകൾ നമ്മൾ കണ്ടെത്താം. എന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാം. നമ്മുടെ മുന്നില് ആ ഒരു പരാതികൾ പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. ആ മാർഗങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ്, ഏറ്റവും നല്ല മാർഗം എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കാം, സെലക്ട് ചെയ്ത് വെക്കാം. പിന്നെന്താണ്, പ്രോംപ്റ്റ് റിഡ്രസൽ ആണ് അല്ലെ. ആഫ്റ്റർ ദ അനാലിസിസ് ഓഫ് ഗ്രീവൻസസ് ഇറ്റ് മസ്റ്റ് ബി റിഡ്രസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ഇംപ്ലിമെന്റിംഗ് ദ സൊല്യൂഷൻ ഇൻ എ സ്പീഡി മാനർ. അങ്ങനെ നമ്മൾ ഗ്രീവൻസുകള് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ സ്പീഡി മാനറിൽ നടപ്പിലാക്കണം. പ്രത്യേകിച്ച് കാലതാമസം വരാനായിട്ട് പാടില്ല, എളുപ്പം തന്നെ അത് നടപ്പിലാക്കണം. ലാസ്റ്റ് എന്താ പറയുന്നത്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ് അല്ലെ. അതായത് നടപ്പിലാക്കലും തുടർ നടപടികളുമാണ് അല്ലെ. there should be follow up after the implementation of the solution to check the effectiveness of the solution. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ സൊല്യൂഷന്റെ എഫക്റ്റീവ്നെസ് അത് എന്താണ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സൊല്യൂഷനെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം. അതിനെ സംബന്ധിച്ചുള്ള ഫോളോ അപ്പ് എടുക്കണം. ഫോളോ അപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നടപ്പിലാക്കിയ ആ ഒരു തീരുമാനം അതില് ഈ പറയുന്ന ആളുകൾ സംതൃപ്തരാണോ, അതിലൂടെ അവർക്ക് അവരുടെ പരാതികൾ പൂർണ്ണമായിട്ട് അവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്, ഫോളോ അപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ആ സ്റ്റെപ്പുകള്? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഗ്രീവൻസ് റിഡക്സൽ പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഗ്രീവൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഗ്രീവൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഓക്കെ, അതായത് പരാതി പരിഹാര സംവിധാനം. അത് നമ്മള് 1947 വ്യാവസായിക തർക്ക നിയമത്തിന്റെ കീഴിലുള്ള പരാതി പരിഹാര സംവിധാനത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും തൊട്ടു മുമ്പ് നമ്മൾ അത് എങ്ങനെ പഠിച്ചേ അല്ലെ, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ
അത് തന്നെയല്ലേ ഗ്രീവൻസ് മിഷനറി എന്ന് തോന്നാം. അത് രണ്ടും എന്താണ് റിലേറ്റഡ് ആണ്, പക്ഷെ അത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസം എന്താന്ന് വെച്ചാല് ഗ്രീവൻസ് മെഷീനറി എന്ന് പറഞ്ഞാല്, മെഷീനറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പരാതികൾ പരിഹരിക്കാനുള്ള ആ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ. സ്ട്രക്ചർ അഥവാ എന്താ പറയാ, ഒരു സംവിധാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഘടന. ഓക്കെ, അതായത് ഒരു ഫ്രെയിം വർക്ക് എന്നൊക്കെ പറയില്ലേ. അതായത് ഇങ്ങനെയുള്ള ഗ്രീവൻസുകൾ കൃത്യമായിട്ട് എന്താ പറയാ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചട്ടക്കൂട് എന്നൊക്കെ പറയില്ലേ, ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു സംവിധാനം. അതാണ് മിഷനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മള് ആ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ പരാതികൾ പരിഹരിക്കുന്ന വിവിധ ഘട്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടും രണ്ടാണ്. ഓക്കെ, രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്, രണ്ടും കണക്റ്റഡ് ആണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നതും ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നതും കണക്റ്റഡ് ആണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുമ്പോൾ അതൊരു സംവിധാനമാണ്, അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, ആ ഒരു എന്താണ് സംവിധാനത്തിലൂടെ നമ്മൾ പരാതികൾ പരിഹരിക്കുന്ന വിവിധ ഘട്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഗ്രീവൻസ് മെഷീനറി ആണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ഏതിന്റെ കീഴിലാണെന്ന് അറിയോ? 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിലാണ് നമ്മൾ അതിന് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷമാണ്. ഏതാണ് വർഷം? 1947. വ്യാവസായിക തർക്ക നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതൊരു നിയമങ്ങളും വരുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതെ, ചില പ്രത്യേക പർപ്പസുകൾക്ക് ഭാഗമായിട്ടാണ് ഓരോ നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ വ്യാവസായിക തർക്ക നിയമം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വ്യാവസായിക സമാധാനം, സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നൊരു ആക്ട് ആണത്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക്, ഒരു നിയമപരമായിട്ടുള്ള ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് ഈ ഒരു ആക്ട് പ്രകാരം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഗ്രീവൻസ് മെഷീനറി എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്രീവൻസ് മെഷീനറി is the procedure of conveying the grievances to the higher authorities or concerned people from the time of the occurrence till the time of the settlement. Underline ചെയ്യാട്ടോ, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഒരു ഡെഫിനിഷൻ ആണ്. Grievance machinery is the procedure of conveying the grievances to the higher authorities or concerned people from the time of their occurrence till the time of the settlement. അതായത് നമ്മൾ ഈ പറയുന്ന പരാതികൾ അല്ലെ, ജീവനക്കാരുടെ പരാതികള് അത് കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഉയർന്ന അധികാരികളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലേക്കോ എത്തിക്കുന്നതിനായിട്ടുള്ള ആ ഒരു എത്തിക്കുന്നത് വരെയുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗ്രീവൻസ് മെഷീനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. അതായത് പരാതിക്കാരനായിട്ടുള്ള ജീവനക്കാരന് അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ബന്ധപ്പെട്ട ഉയർന്ന അധികാരികളിലോട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺഡ് ആളുകളിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതാണ് എന്ത് ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ പരാതികൾ സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അത് ആ പരാതികള് ഓരോ പരാതികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന അധികാരികളിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ് ആണ്, ആ ഒരു പ്രൊസീജിയറിന് നമ്മള് പൊതുവെ പറയുന്ന പേരെന്താണ്? ഗ്രീവൻസ് മെഷീനറി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ grievances turn complicated for the settlement once they have reached the highest stage of grievance process. Therefore, it is advisable to settle the grievances in its early stage. ശരിയാണ് അല്ലെ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രീവൻസുകള് അത് എന്താണ് ഒരു ഹയസ്റ്റ്, അതായത് നമ്മള് പരാതി പരിഹരിക്കുന്നതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഉയർന്ന തലത്തിലോട്ട് എത്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കോടതിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാണ്. കോടതിയിൽ പോയത് സെറ്റിൽമെന്റിന് ആവേണ്ട രീതിയായും അങ്ങനെ ഒരു ഘട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്കത് എന്താ പറയാ സെറ്റിൽമെന്റിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അതായത് നമ്മൾ എപ്പോഴും ഗ്രീവൻസുകൾ എന്താണ് അത് ഉണ്ടാവുന്ന ആ സമയത്ത് തന്നെ അത് മാക്സിമം പരിഹരിച്ചു പോകുക എന്നുള്ളതാണ്.
കാര്യം അത് ഉയർന്ന തലത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സെറ്റിൽമെന്റിന് ബുദ്ധിമുട്ട് വരും. നമ്മൾ ഓൾറെഡി ഗ്രീവൻസ് പറഞ്ഞതാണ് അല്ലെ. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ പരാതികളായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ അത് വലിയ തലത്തിലോട്ട് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സെറ്റിൽമെന്റിന് താമസം എടുക്കും. താമസമല്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു സെറ്റിൽ ഗ്രീവൻസസ് ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജ് അല്ലെ. നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്രീവൻസസുകൾ വളരെ നേരത്തെ തന്നെ സെറ്റിൽ ചെയ്ത് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, അപ്പോഴേ തന്നെ നമ്മൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ പരാതികൾ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു സെക്ഷൻ 9C of Industrial Dispute Act 1947, ഗ്രീവൻസ് മാനേജ്മെന്റ് മിഷനറി ഈസ് ആസ് ഫോളോസ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷം 1947. അതിൽ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 9C. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. 1947 നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ സെക്ഷൻ 9C അനുസരിച്ച് എങ്ങനെയായിരിക്കണം ഒരു സ്ഥാപനത്തിലെ ഗ്രീവൻസ് മാനേജ്മെന്റ് മിഷനറി എന്ന് പറയുന്നത്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആ സെക്ഷനുകൾ ഒന്ന് പരിചയപ്പെടാം. ആ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ പ്രധാനമായിട്ട് അതിനകത്ത് 8 കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഇതാണ്: എവരി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് employing 20 or more workmen shall have one or more grievance redressal committee for the resolution of disputes arising out of individual grievances. അല്ലെ 20 or more workmen എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. ഒന്നാമത്തെ ആ ഒരു വ്യവസ്ഥ എന്താ പറയുന്നത്? അതിനകത്ത് 20ഓ 20ൽ കൂടുതലോ ജീവനക്കാര് ജോലി ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിനും ജീവനക്കാരുടെ വ്യക്തിഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികള് ഉണ്ടായിരിക്കണമെന്നാണ് ഒന്നാമതായിട്ട് അവര് വ്യവസ്ഥ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതായത് 20ഓ 20ൽ കൂടുതലോ, ആ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 20ഓ 20ൽ കൂടുതലോ ജീവനക്കാര് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിനും ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനായിട്ട് ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികള് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത് അവര് പറയുന്ന പ്രൊവിഷൻ. അതാണ് ക്ലിയർ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറയുന്നത്? ഫസ്റ്റ് മനസ്സിലായല്ലോ. രണ്ടാമത്തെയാണ് എന്ത്? ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് an equal number of members from the employer and the worker. പിന്നെ നമ്മൾ പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇനി കമ്മിറ്റിയിൽ എപ്പോഴും ഒരു തുല്യ പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാല് ഈ കമ്മിറ്റിയില് തൊഴിലുടമകളുടെ ഭാഗത്ത് നിന്നും തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നും തുല്യ എണ്ണം അംഗങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് 3 പേരുണ്ടെങ്കിൽ തൊഴിലുടമകളുടെ ഭാഗത്ത് നിന്നും 3 പേരുണ്ടായിരിക്കണം. തുല്യ എണ്ണം ആളുകളാണ് ഉണ്ടായിരിക്കുന്നതും എംപ്ലോയറുടെ ഭാഗത്ത് നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും തുല്യ എണ്ണം അംഗങ്ങളാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ പ്രൊവിഷൻ. മൂന്നാമത് എന്താണ് പറയുന്നത്? The chairperson of the grievance redressal committee shall be selected from the employer and from among the workmen alternatively on rotation basis every year. Okay, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചെയർപേഴ്സൺ ആരാണ്? ചെയർപേഴ്സൺ ഓഫ് ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. അതായത് ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അത് ഓരോ വർഷവും മാറി മാറി തെരഞ്ഞെടുക്കപ്പെടും. മാറി തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്നും എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നും ഓരോ വർഷവും അത് ആൾട്ടർനേറ്റീവ് ആയിട്ട് വേണം ചെയർമാനെ മാറി തെരഞ്ഞെടുക്കുന്നത്. ഈ വർഷം എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ് ചെയർപേഴ്സൺ ആയതെങ്കിൽ അടുത്ത വർഷം എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരാള് ചെയർപേഴ്സൺ ആവാം. പിന്നത്തെ വർഷം എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന്, അത് കഴിഞ്ഞ് വരുന്ന വർഷം എംപ്ലോയിയുടെ ഭാഗത്ത്, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ തവണയും എന്ത് ചെയ്യണം? മാറി അവരെ തെരഞ്ഞെടുക്കപ്പെടണം. അതാണ് മൂന്നാമത് പറയുന്ന കാര്യം. നാലാമത്, the total number of members of the grievance redressal committee shall not exceed more than 6. അണ്ടർലൈൻ ചെയ്യാട്ടോ. more than 6 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതായത് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം
6ൽ കൂടാനായിട്ട് പാടില്ല. മാക്സിമം 6 പേരെ പാടുള്ളൂ. 6ൽ കൂടാനായിട്ട് പാടില്ല. 6ഓ 6ൽ താഴെയോ വരാം. പക്ഷെ എന്താവാൻ പാടില്ല, 6ൽ കൂടുതലാവാനായിട്ട് പാടില്ല. നമ്പർ നോട്ട് ചെയ്യുന്നത് 6ആണ്. ഓക്കെ, 6ൽ കൂടാനായിട്ട് പാടുന്നില്ല. ഇനി it is provided that there shall be, as far as practicable, one woman member if the grievance redressal committee has 2 members. അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കകത്ത് 2 അംഗങ്ങളെ ഉള്ളൂ വിചാരിക്കാം. അപ്പൊ പരമാവധി കഴിയാവുന്നിടത്തോളം അതിൽ ഒരു അംഗം എന്ന് പറയുന്നത് വനിതാ അംഗമായിരിക്കണം, സ്ത്രീ ആയിരിക്കണം. ഓക്കെ, അതായത് 2 അംഗങ്ങളെ ഉള്ളെങ്കിൽ ഒരെണ്ണം വനിതാ അംഗമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി in case the number of members are more than 2, the number of women members may be increased proportionately. അതായത് ഇനിയിപ്പം അംഗങ്ങളുടെ എണ്ണം 2ലൊക്കെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്ത്രീകളുടെ എണ്ണം ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കാം. മാക്സിമം 6 പേരെ പാടുള്ളൂ അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം എന്ന് പറയുമ്പോൾ 2ആണ്. 2ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അതില് പുരുഷനാണെങ്കിൽ ഒരെണ്ണം സ്ത്രീ ആയിരിക്കും. ഇപ്പൊ മൊത്തം 4 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. 2 സ്ത്രീകളും 2 പുരുഷന്മാരും ആയിരിക്കും. ഇനിയിപ്പൊ 6 ആൾക്കാരുണ്ടെങ്കിൽ 3 പുരുഷന്മാരാണെങ്കിൽ ബാക്കി 3 എന്തായിരിക്കണം, സ്ത്രീകളായിരിക്കും. ഈ അംഗങ്ങളുടെ എണ്ണം കൂടുതലനുസരിച്ച് ആനുപാതികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളുടെ എണ്ണം അവിടെ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്, അഞ്ചാമത് പറയുന്ന പോയിന്റ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവില്ല. Notwithstanding anything contained in this section, the setting up of grievance redressal committee shall not affect the right of the workman to raise industrial dispute on the same matter under the provisions of this act. അതായത് അവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഈ ഒരു സെക്ഷൻ പ്രകാരം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് സെക്ഷൻ 9C ആണ് അല്ലെ. ഇത് സെക്ഷൻ ആണ്, സെക്ഷൻ 9. അപ്പൊ ഈ 9C പ്രകാരം ഒരു പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിച്ചു എന്നതുകൊണ്ട് ജീവനക്കാർക്ക് തങ്ങളുടെ വ്യാവസായിക തർക്കങ്ങള് മുന്നോട്ട് വെക്കാനുള്ള അവരുടെ അവകാശം ഇല്ലാതാകുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? അതായത് നമുക്കറിയാം സെക്ഷൻ 9C അനുസരിച്ച് നമ്മൾ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഫോം ചെയ്തു എന്നത് കൊണ്ട് മാത്രം ജീവനക്കാർക്ക് വ്യാവസായിക തർക്കങ്ങൾ ഉന്നയിക്കാനുള്ള അവരുടെ അവകാശം ഇല്ലാതാകുന്നില്ല. ആ പറഞ്ഞതിന്റെ മീനിങ് ഇതാണ്. ഇപ്പൊ ജീവനക്കാർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാനായിട്ട് എന്തുണ്ട്, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ജീവനക്കാർക്ക് അവരുടെ പരാതികൾ ഉന്നയിക്കാം. ഇനി ഇൻ കേസ് അവിടെ നിന്ന് ലഭിക്കുന്ന തീരുമാനം അത് ജീവനക്കാർക്ക് അത് തൃപ്തരല്ല എന്ന് വിചാരിക്കാം, അവർക്ക് ലഭിച്ച സൊല്യൂഷനിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ പിന്നെ അടുത്ത മാർഗം എന്താണ്, അവർക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. മനസ്സിലായി? എന്റെ കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ തന്നെ പോയി പ്രശ്നങ്ങൾ പരാതികൾ പരിഹരിച്ചേ മതിയാകൂ, വേറെ മാർഗങ്ങളിലേക്ക് ഒന്നും പോവാൻ പാടില്ല എന്ന് പറയുന്നില്ല. ആ കമ്മിറ്റിയിൽ അവർക്ക് ഉന്നയിക്കാം. പക്ഷെ കമ്മിറ്റി പറയുന്ന തീരുമാനത്തിൽ ഒരു പക്ഷേ തൃപ്തരല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ആ പരാതികൾ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം. മറ്റു മാർഗം എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് വേണമെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാം. അത് ഒരു ജീവനക്കാരന്റെ അവകാശമാണ്. ആ അവകാശം അവിടെ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഇല്ലാതാകുന്നില്ല എന്നാണ് പറയുന്നത്. ആ അവകാശം അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? അച്ഛത്തെ പോലെ മനസ്സിലായോ? അതുകൂടെ പറയണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒരാള് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്, ബാക്കി ആർക്കൊന്ന് മനസ്സിലായില്ലേ? ഇത്രയുള്ളൂ കേട്ടോ. അതായത് കമ്മിറ്റി ഉണ്ടെന്ന് കരുതി അവിടെ തന്നെ പോയി പരാതി പരിഹരിക്കൽ നിർബന്ധമൊന്നുമില്ല. അവിടെ പോകാം. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച സൊല്യൂഷന്റെ തൃപ്തി അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞ് ശരിയാവില്ലല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, നിയമപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോവാം. ഇതൊരു തൊഴിലാളിയുടെ അവകാശമാണ്. ആ അവകാശത്തിനെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇല്ലാതാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി may complete its proceedings within 30 days. Underline ചെയ്യാട്ടോ, important ആണ്. 30 days on receipt of a written application by or on behalf of the aggrieved party. അതായത് നമുക്ക് ഒരു ജീവനക്കാരിൽ നിന്ന് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ, പരാതി കമ്മിറ്റിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവര് എത്ര ദിവസത്തിനുള്ളിൽ അത് തീർപ്പാക്കി കൊടുക്കണം? 30 days എന്നാണ് കണക്ക് പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ അവർ തീർപ്പാക്കണം. അതായത് ഒരു പരാതിക്കാരനായിട്ടുള്ള ജീവനക്കാരിൽ നിന്ന് രേഖാമൂലം പരാതികൾ ലഭിച്ചു കഴിഞ്ഞാല് 30 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി അത് തീർപ്പ് നൽകിയിരിക്കണം.
കൊടുക്കണം, അല്ലെങ്കിൽ അത് തീർപ്പാക്കി കൊടുക്കണം. എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ഡേയ്സിനുള്ളിലാണ്. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? The workman who is aggrieved of the decision of the grievance redressal committee may prefer an appeal to the employer against the decision of the grievance redressal committee, and the employer shall within 1 month from the date of receipt of such appeal dispose of the same and send a copy of his decision to the workman concerned. ഇനി അതുകൂടാതെ ഇപ്പൊ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ തീരുമാനത്തില് സംതൃപ്തനല്ലാത്ത ഒരു എംപ്ലോയിക്ക് അല്ലെ, എംപ്ലോയിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കമ്മിറ്റിക്ക് എതിരായിട്ട് തൊഴിലുടമയ്ക്ക് അപ്പീല് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ കമ്മിറ്റിയിൽ പോയി പരാതി ഉന്നയിച്ചു, കമ്മിറ്റി ഒരു സൊല്യൂഷൻ കൊടുത്തു, പക്ഷെ ആ സൊല്യൂഷനിലെ എംപ്ലോയി തൃപ്തനല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? കമ്മിറ്റിക്ക് എതിരായിട്ട് ജീവനക്കാരന് എന്ത് ചെയ്യാം? തൊഴിലുടമയ്ക്ക് പരാതി കൊടുക്കാം, എംപ്ലോയർക്ക് പരാതി കൊടുക്കാം, തൊഴിലുടമയ്ക്ക് പരാതി കൊടുക്കാം. അങ്ങനെ തൊഴിലുടമയ്ക്ക് അപ്പീൽ ലഭിച്ചു കഴിഞ്ഞാല് അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് 1 മാസത്തിനുള്ളിൽ തന്നെ അത് തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുക്കണം? ജീവനക്കാരന് അയച്ചു കൊടുക്കുകയും വേണം. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു ജീവനക്കാരൻ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിൽ പരാതികൾ ഉന്നയിച്ചു, പക്ഷെ കമ്മിറ്റി പറഞ്ഞ സൊല്യൂഷനില് ഈ പറയുന്ന ജീവനക്കാരൻ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കമ്മിറ്റിക്കെതിരായിട്ട് തൊഴിലുടമയ്ക്ക് അപ്പീല് കൊടുക്കാം. അപ്പൊ തൊഴിലുടമയ്ക്ക് അപ്പീല് ലഭിച്ചാൽ അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതായത് എംപ്ലോയറിന്റെ കയ്യിൽ അപ്പീല് ലഭിച്ചാൽ അയാൾ 1 മാസത്തിനുള്ളില് അതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുക്കണം? ജീവനക്കാരന് അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ. ലാസ്റ്റ് പറയുന്നത് nothing contained in this section shall apply to the workman for whom there is an established grievance redressal mechanism in the establishment concerned. ഇനി നമ്മൾ ഈ പറയുന്ന നിയമം രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിയമവ്യവസ്ഥകൾ അവിടെ ബാധകമായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇതിന്റെ ഈ സെക്ഷൻ, ഈ നിയമം കൊണ്ടുവന്നു, ആ നിയമപ്രകാരം 9C സെക്ഷൻ പ്രകാരം മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകളാണ്. പക്ഷെ ഈ നിയമം വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ സ്ഥാപനത്തിന് ഓൾറെഡി എന്തുണ്ട്? നല്ലൊരു പരാതി പരിഹാര സംവിധാനം ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഈ നിയമം വരുന്നതിന് മുൻപേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ അവിടെ ബാധകമായിരിക്കില്ല. കാര്യം എന്താണ്? അതിന്റെ ആവശ്യം വരുന്നില്ല. ബിക്കോസ് അതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് നല്ലൊരു പരാതി പരിഹാര സംവിധാനം ഉണ്ട്, ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ നിലനിർത്തുന്നുണ്ട്. അപ്പൊ പിന്നീട് ഈ നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾ അവിടെ ബാധകമാക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? എല്ലാ കാര്യങ്ങളും ഓക്കെയാണോ? 8ാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ല. 8ാമത്തെ പോയിന്റ് നോക്കൂ. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ ഷാൾ അപ്ലൈ ടു ദ വർക്ക്മെൻ for whom there is an established grievance redressal mechanism in the establishment concerned. അതായത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നിയമത്തിന് മുമ്പേ തന്നെ, ഈ നിയമം എന്ന് പറയുന്നത് ഏത് നിയമമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നിയമപ്രകാരമല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ നിയമം വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ സ്ഥാപനത്തിന് ഓൾറെഡി എന്തുണ്ട്? നല്ലൊരു പരാതി പരിഹാര സംവിധാനം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ അവിടെ ബാധകമായിരിക്കില്ല എന്ന് പറയുന്നത്. പിന്നീട് ഈ നിയമപ്രകാരം പാലിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓൾറെഡി പരാതി പരിഹാര സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നിലവിലുണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ ഈ സെക്ഷനിൽ പറയുന്ന വ്യവസ്ഥകൾ പിന്നെ നമ്മൾ അവിടെ നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആയോ? അത് ചോദിച്ച ആരാണ്? അനിലയാണ് ചോദിച്ചത് അല്ലെ? മനസ്സിലായോ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. இந்த ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു.